ഹായ്, എൻ്റെ പേര് മുഹമ്മദ് സിനാൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർമീഡിയറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ചാപ്റ്റർ 3 റേഷ്യോസിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. നമ്മൾ ഇതുവരെ ഏതെല്ലാം തരത്തിലുള്ള റേഷ്യോസാണ്, ഓരോ റേഷ്യോസിൻ്റെ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻസ് ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം ക്വസ്റ്റ്യൻ ചെയ്താണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. റേഷ്യോസ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുക, എന്നിട്ട് ക്വസ്റ്റ്യനിലൂടെ നമ്മൾ പഠിക്കുക. അപ്പം അങ്ങനെ പഠിക്കുമ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് ക്ലാരിറ്റി കൂടുക. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഫിക്സ്ഡ് അസറ്റ് ആൻഡ് പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്നൊക്കെയാണ് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്തുമ്പോൾ ആദ്യം തന്നെ എഴുതി വെക്കുക. ഫിക്സ്ഡ് അസറ്റ്സും വേണം, അതുപോലെ തന്നെ പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ടും വേണം. ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റേഷ്യോ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ടു പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് ഈസ് 0.75 എന്നുണ്ട്. 0.75 ആണ് പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട്. ഫിക്സ്ഡ് അസറ്റ് ടു പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ടിൻ്റെ ഇതെന്ന് പറയുന്നത് ഇതെന്താണ്, ഫിക്സ്ഡ് അസറ്റ് ഡിവൈഡഡ് ബൈ പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട്. ഈ പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡെപ്റ്റിനെ കുറിച്ചും ഒന്നും പറയാത്തതിനെ കൊണ്ട് പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് നമുക്ക് എന്തായിട്ട് എടുക്കാം, ക്യാപിറ്റൽ എംപ്ലോയിഡ് ആയിട്ട് എടുക്കാം. ക്യാപിറ്റൽ എംപ്ലോയിഡ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. കാരണം ക്വസ്റ്റ്യനിൽ നമ്മളോട് എന്ത് പറയുന്നില്ല, ഡെപ്റ്റിനെ പറ്റിയൊന്നും പറയുന്നില്ല. അപ്പോൾ അതിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, ക്യാപിറ്റൽ എംപ്ലോയിഡ് ആയിട്ട് എടുക്കുന്നു. ക്യാപിറ്റൽ എംപ്ലോയിഡ് ആയിട്ട് എടുത്താലും പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് ആയിട്ട് എടുത്താലും ഒക്കെ എമൗണ്ട് സെയിം ആയിരിക്കും. ബട്ട് നമ്മൾ റേഷ്യോസിൽ വരുമ്പം ചില ക്യാപിറ്റൽ എംപ്ലോയിഡിന് നമ്മൾ എടുക്കുന്ന റേഷ്യോസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ടിനെ എടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഇപ്പം ഡെപ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ശരിക്കും ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോങ് ടേം ഫണ്ട്സിനെയാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ലോങ് ടേം ഫണ്ട്സിനെയാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലോങ് ടേം ഫണ്ട്സിൽ ഡെപ്റ്റ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ലോങ് ടേം ഫണ്ട് ഏതാണ്, ക്യാപിറ്റൽ മാത്രമാണ്, അതായത് പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് മാത്രമാണ്. അപ്പോൾ അതന്നെയല്ലേ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ അങ്ങനെ വേണമെങ്കിലും പറയാം. പിന്നെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണുള്ളത്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. അതിനാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രയും ഇൻഫർമേഷൻ ഉണ്ട്. ഇതിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഫിക്സഡ് അസറ്റും പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ടും കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് തോന്നും. അപ്പം നമ്മൾ ഓരോ റേഷ്യോസിനെ പറ്റി നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ, ഇപ്പോൾ റേഷ്യോസിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ചിലത് കിട്ടിയെന്ന് വരില്ല. അപ്പം നമ്മൾ മറ്റുള്ള റേഷ്യോസിനെ കൂടി ഒന്ന് കണക്ട് ചെയ്ത് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് കിട്ടും. ഞാൻ കാണിച്ചുതരാം. ഇപ്പം ഇതിൽ നമ്മൾ എന്തായിട്ട് എടുത്തു, ക്യാപിറ്റൽ എംപ്ലോയിഡ് പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് ആയിട്ട് എടുത്തു. പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് ആയിട്ട് എടുത്തു. ഇപ്പൊ ടോട്ടൽ ഫണ്ട്സ് എത്രയായി, ഫിക്സ്ഡ് അസറ്റ് പ്ലസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലായി എന്ത്, ടോട്ടൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ വരിക എന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഇത് ഞാൻ ഒരു എക്സാമ്പിളിന് കൊടുത്തതാണ്. ഇത് ഈ ക്വസ്റ്റ്യൻ്റെ പാർട്ടല്ല. നോട്ട് പാർട്ട് ഓഫ് ദ അബവ് ക്വസ്റ്റ്യൻ. മുകളിലത്തെ ക്വസ്റ്റ്യൻ്റെ പാർട്ടല്ലേ. അപ്പം ഇതിൽ ഒരു ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ക്യാപിറ്റൽ എത്ര ഉണ്ട്, 2 lakh ഉണ്ട്. ലോൺ എത്ര ഉണ്ട്, 3 lakh ഉണ്ട്. കറണ്ട് ലയബിലിറ്റീസ് 5 lakh ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ്സ് 4 lakh ഉണ്ട്. കറണ്ട് അസറ്റ്സ് 6 lakh ഉണ്ട്. അപ്പം ഈ കേസിൽ നമ്മൾ എന്താണ്, ഇതിൽ ലോങ് ടേം ഫണ്ട്സ് എത്ര ഉണ്ട്,
ഇതിൽ ലോങ് ടേം ഫണ്ട്സ് എത്രയാണുള്ളത്? 2 lakhും അതുപോലെ തന്നെ 3 lakhും, അതായത് 5 lakhാണ് ടോട്ടലായിട്ട് ലോങ് ടേം ഫണ്ട്സ് ഉള്ളത്. ഓക്കെ ആണല്ലോ. ഇതിൽ ഫിക്സ്ഡ് അസറ്റ് എത്രയാണുള്ളത്? 4 lakhാണ് ഫിക്സ്ഡ് അസറ്റ് ഉള്ളത്. കറണ്ട് അസറ്റ് എത്രയാണ്? 6 lakh. കറണ്ട് ലയബിലിറ്റി 5 lakh. അപ്പം ഇത് നമ്മൾ ഒരു റിലേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് നോക്കിക്കോളൂ നിങ്ങൾ. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി എത്ര വരുന്നത്? 1 lakh വരും. ഇതാണ് എന്ത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് കിട്ടി. അപ്പം ഇനി നമ്മൾ ഫിക്സ്ഡ് അസറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഫിക്സ്ഡ് അസറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഫിക്സ്ഡ് അസറ്റ് 4 lakh ആണ്. ആ 4 lakh നമ്മുടെ കയ്യിലുള്ള പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് എത്രയാണ്? 5 lakh. 5 lakhന്ന് 4 lakh കുറച്ചാൽ എത്രയാണ്? 1 lakh. അതായത് നമ്മുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് ആണ് എന്ത് ഈ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. 5 lakh മൈനസ് 1 lakh ആണ് എന്ത് 4 lakh. അപ്പോൾ ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ ആദ്യം തന്നെ ക്യാപിറ്റൽ ലോങ് ടേം ഫണ്ട്സ് നമ്മുടെ കയ്യിൽ 5 ലക്ഷം ഉണ്ട്. അപ്പോൾ 5 ലക്ഷത്ത് നമ്മൾ ആദ്യം തന്നെ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. 4 lakhോളം നമ്മൾ എന്ത് ചെയ്തു? ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് ബാക്കിയുള്ള ഫണ്ട് എന്ത് ചെയ്തു? ഒരു 1 lakh നമ്മൾ എന്ത് ചെയ്തു? 1 lakh കറണ്ട് അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. 4 lakh ഫിക്സ്ഡ് അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ 1 lakh കറണ്ട് അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു നമ്മുടെ ലോങ് ടേം ഫണ്ട്സിനെ കൊണ്ട്. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള എമൗണ്ട്, അതായത് ഇതിൽ 1 lakh എന്താണ് നമ്മുടെ ലോങ് ടേം ഫണ്ട്സിനെ കൊണ്ട്, നമ്മുടെ ഫണ്ട്സിനെ കൊണ്ട് ഉള്ളതാണ്. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ഡെയിലി ഓപ്പറേഷൻസ് നടത്തി. അപ്പോൾ അങ്ങനെ നമ്മുടെ കയ്യിൽ ക്യാഷ് വന്നു. അതുപോലെ തന്നെ അതിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള ലയബിലിറ്റീസ് ഇപ്പുറത്തുണ്ട്. ഇപ്പം 5 lakhൻ്റെ ലയബിലിറ്റി ഇവിടെ ഉണ്ട്. അതായത് ഈ 5 lakh നമ്മൾ കൊടുക്കാനുള്ളതാണ്. ഇവിടെ ഒരു 5 lakh നമുക്ക് കിട്ടാനുള്ള പോലായി. 5 lakh ഉണ്ട്. ഇവിടെ ഒരു 5 lakhൻ്റെ നമ്മൾ ഈ 1 lakh ക്യാഷിൻ്റെ 1 lakh ആണെന്ന് വിചാരിച്ചോളൂ. അതായത് നമ്മളെ പ്രൊപ്പറേറ്റർ ഫണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ക്യാഷ് ആണെന്ന് വിചാരിച്ചോളൂ കറണ്ട് അസറ്റിൽ. അപ്പോൾ ബാക്കിയുള്ള ബാങ്കും ഡെപ്റ്റേഴ്സും എന്താണ്? ബാങ്കിനും ഡെപ്റ്റേഴ്സിനും ഇപ്പുറത്ത് എന്തുണ്ട്? നമ്മൾ ഇവിടെ ലയബിലിറ്റീസിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള 5 lakh നമ്മുടെ ബാങ്കിലുള്ള പൈസയൊക്കെ നമ്മൾ GST അടക്കാൻ വെച്ച പൈസയാണ്. അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സ് നമുക്ക് എന്തുണ്ട്? ക്രെഡിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ക്രെഡിറ്റേഴ്സിന് നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിലാണെങ്കിൽ ഇവിടെ 5 lakh, അതുപോലെ തന്നെ ഇവിടെ 5 lakhന് ഈക്വാലൻ്റ് ആയിട്ടുള്ള എന്തുണ്ട്? ഇവിടെ അസറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈക്വാലൻ്റ് ആയിട്ടുള്ള ലയബിലിറ്റി ഉണ്ട്. അപ്പം ഇത് മൈനസ് ചെയ്തിട്ട് നെറ്റായിട്ട് നമ്മുടെ കയ്യിൽ അസറ്റ് എത്ര ഉണ്ട് എന്നുള്ളതാണ് എന്ത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ ഫിക്സഡ് അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് ഈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ കണ്ടാൽ മനസ്സിലാവും. അതായത് 5 lakh ആണ് നമ്മുടെ ടോട്ടലായിട്ടുള്ള ക്യാപിറ്റൽ നമ്മൾ കൊണ്ടുവന്നത്. അതിൽ 4 lakh നമ്മൾ ഫിക്സഡ് അസറ്റിലേക്ക് ഇറക്കി. ബാക്കി 1 lakh എന്ത് ചെയ്തു? നമ്മൾ കറണ്ട് അസറ്റിലേക്ക് ഇറക്കി. ആ 1 lakh ആണ് എന്ത് വരിക? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വരിക. ഓക്കെ, ഇത് വളരെ ക്ലിയർ ആക്കി വെച്ചോളൂ. ഈ 1 lakh അതായത് ഫിക്സഡ് അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന എമൗണ്ട് ആണ് എന്ത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് വരുന്ന എമൗണ്ട്. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്. അപ്പോൾ അതിനെ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്താം? ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താക്കി ചെയ്താം? ഫിക്സ്ഡ് അസറ്റും അതുപോലെ തന്നെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും കൂടി ആഡ് ചെയ്തതാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി സൈഡ് അസറ്റ് സൈഡിനോട് ഈക്വൽ ആവും. എപ്പോഴും ടോട്ടലായിട്ട് നോക്കുമ്പോൾ എന്തായാലും ഈക്വൽ ആവും. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ലോങ് ടേം ഫണ്ട്സ് നമ്മൾ എവിടേക്കാണ്? ഫിക്സ്ഡ് അസറ്റിലേക്കും അതുപോലെ തന്നെ കറണ്ട് അസറ്റിലേക്കും ഒരു നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിലേക്കുമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും പാർട്ട്, അതായത് ഫിക്സ്ഡ് അസറ്റും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണെന്ന് കിട്ടും കറക്റ്റായിട്ട്. അപ്പോൾ ആ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ബാക്കിയൊക്കെ നിങ്ങൾക്ക് എന്താ സിമ്പിളായിട്ട് നോക്കാവുന്നേ ഉള്ളൂ. അതായത് ടോട്ടൽ ഫണ്ട്സ് എത്രയാണ്? ടോട്ടൽ ഫണ്ട്സ് എങ്ങനെയാണ്? ഫിക്സ്ഡ് അസറ്റും അതുപോലെ തന്നെ നമ്മുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും കൂടി ആഡ് ചെയ്തതാണ് ടോട്ടൽ ഫണ്ട്സ്. അതായത് നമ്മുടെ ഫണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇപ്പുറത്ത് ഇൻവെസ്റ്റ് ചെയ്ത സാധനങ്ങളാണ് ഉള്ളത്. അതായത് ഫിക്സ്ഡ് അസറ്റിലേക്കും അതുപോലെ തന്നെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിലേക്കും ആയിരിക്കും ഇത് നമ്മൾ ടോട്ടൽ ഫണ്ട്സ് യൂസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെങ്കിൽ ടോട്ടൽ ഫണ്ട്സ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും ടോട്ടൽ ഫണ്ട്സ് എന്താണ്? പ്രൊപ്പറേറ്ററി ഫണ്ട്സ് തന്നെയാണ്. അതായത് ഡെപ്റ്റിനെ പറ്റിയൊന്നും പറയാത്തതിനെ കൊണ്ട്
ടോട്ടൽ ഫണ്ട്സ് എന്ന് പറയുന്നത് പ്രൊപ്രൈറ്ററി ഫണ്ട് തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, റേഷ്യോ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. അപ്പം ഒരു റിലേഷൻ നമുക്ക് കിട്ടി. അതായത് ടോട്ടൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റും അതുപോലെ തന്നെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആഡ് ചെയ്താൽ കിട്ടി. ഇനി നമ്മൾ റേഷ്യോ ഒന്ന് എഴുതി നോക്കുക. ഫിക്സഡ് അസറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെങ്കിൽ എന്ത് പ്രൊപ്രൈറ്ററി ഫണ്ട്സ് എന്നാണ് ശരിക്കും നമ്മുടെ റേഷ്യോ ഉള്ളത്. ബട്ട് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. കാരണം ഡെപ്റ്റ് ഇല്ലാത്ത കേസിൽ പ്രൊപ്രൈറ്ററി ഫണ്ട് തന്നെയാണ് എന്ത് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആയിട്ട് വരിക. അപ്പോൾ ഫിക്സഡ് അസറ്റ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് ഈക്വൽ ടു 0.75 എന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ ഇനി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ് വരിക? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് എങ്ങനെയാണ് വരിക? അതായത് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ് അതുപോലെ തന്നെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആഡ് ചെയ്തതാണ്. അപ്പം ഈ റേഷ്യോ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തതാണെങ്കിൽ ഫിക്സഡ് അസറ്റ് മതി, ഫിക്സഡ് അസറ്റ് ഡിവൈഡഡ് ബൈ ഫിക്സഡ് അസറ്റ് പ്ലസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു 0.75. ഇങ്ങനെയാണ് നമ്മുടെ റേഷ്യോ ഉള്ളത്. അപ്പം ഇവിടെ ഇനി വർക്കിംഗ് ക്യാപിറ്റൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ഫിക്സഡ് അസറ്റ് പ്ലസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വരുമ്പോൾ എങ്ങനെ വരിക? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ഫിക്സഡ് അസറ്റ് പ്ലസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ 0.5, അതായത് ഈ ഫിക്സഡ് അസറ്റ് ഡിവൈഡ് ബൈ ഫിക്സഡ് അസറ്റ് പ്ലസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്തിട്ടുള്ള ബാക്കി എമൗണ്ട് അല്ലേ വരിക? 0.25 ആണ് വരിക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ, അതായത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡും ഫിക്സഡ് അസറ്റ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡും ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും അല്ലേ? നിങ്ങൾ നോക്കൂ. അപ്പോൾ ഈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അടിയിൽ വേണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള റേഷ്യോ എന്താണ്? ഫിക്സഡ് അസറ്റ് ഡിവൈഡ് ബൈ ഫിക്സഡ് അസറ്റ് പ്ലസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ്. പ്ലസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ഫിക്സഡ് അസറ്റ് പ്ലസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. അപ്പം ഇതെന്താണ് വരിക? ഫിക്സഡ് അസറ്റ് ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയതിനെ കൊണ്ട് ഡിനോമിനേറ്റർ അത് തന്നെ ഇടുക. ഫിക്സഡ് അസറ്റ് പ്ലസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പം നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ പ്ലസ് ഫിക്സഡ് അസറ്റ് നോമിനേറ്ററിലും വരും. അപ്പോൾ ഇത് എത്രയായി? ഇത് രണ്ടും നോമിനേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയതിനെ കൊണ്ട്, അല്ല ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയതിനെ കൊണ്ട് എന്തായി? 1 ആയി. 1 ആണ് വരിക. അപ്പം 1 എന്ന് കിട്ടി. അതായത് ഫിക്സഡ് അസറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡും 1 ആണ് വരിക. അപ്പം ഇനി നമുക്കിതിന്ന് ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ പ്ലസ് ഉള്ളതിന് അപ്പുറത്തുണ്ടാകുമ്പോൾ മൈനസ് ആവും. അതായത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഫിക്സഡ് അസറ്റിനെ അപ്പുറത്ത് കൊണ്ടുപോവുക. അപ്പോൾ എത്ര വരും? 1 മൈനസ് ഫിക്സഡ് അസറ്റ് ഡിവൈഡ് ബൈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വരും. അപ്പോൾ ആ റേഷ്യോ ഇപ്പോൾ ഇത് നമ്മുടെ കേസിൽ എത്രയാണ്? ഇത് 0.75 ആണ്. അപ്പോൾ നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യുക? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ് വരിക? 1 മൈനസ് 0.75 ഈക്വൽ ടു എത്രയാണ്? 0.25 എന്ന് വരും. ഓക്കെ. അപ്പോൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണെന്ന് നമുക്ക് കിട്ടി. അതായത് ഇങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക. അത് ഞാനൊന്ന് ജസ്റ്റ് എലാബറേറ്റ് ചെയ്തൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് ഓൾറെഡി അറിയുന്നവരായിരിക്കും നിങ്ങളെല്ലാവരും. ഇതൊന്നുമില്ല, ജസ്റ്റ് മാത്സ് മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്ര കിട്ടി?
1 മൈനസ് ഫിക്സ്ഡ് അസറ്റ് ടു പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് കിട്ടി. എങ്ങനെ കിട്ടിയെന്ന് നമ്മൾ അടിയിൽ താഴെ നോക്കി. അപ്പോൾ അത് എത്ര കിട്ടി? 0.25 കിട്ടി. ഇനി പ്രൊപ്രൈറ്ററി ഫണ്ട് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുക? പ്രൊപ്രൈറ്ററി ഫണ്ട് ഈസ് ഈക്വൽ ടു 6 lakh ഡിവൈഡ് ബൈ 0.25. അതായത് ഇതെങ്ങനെ വരുന്നത് വെച്ചാൽ പ്രൊപ്രൈറ്ററി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ 0.25 എന്ന് കിട്ടിയാൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈക്വൽ ടു 0.25 എന്ന് നമുക്ക് കിട്ടി. അപ്പം നമ്മൾ ഈ ക്യാപിറ്റലിനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ക്യാപിറ്റൽ എംപ്ലോയിഡിനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ക്യാപിറ്റൽ എംപ്ലോയിഡിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ അത് ഇവിടെ ഡിവിഷനിലുള്ളത് അത് എന്തിലേക്കാവും? മൾട്ടിപ്ലിക്കേഷനിലേക്കാവും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നേരെയുള്ളത് എന്തിലേക്കാവും? ഇപ്പുറം കൊണ്ടുവരുമ്പോൾ എന്താവും? ഡിവിഷനിലേക്കാവും. അപ്പോൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡ് ബൈ 0.25 ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് വരും. അപ്പം അങ്ങനെയാണ് ഈ റേഷ്യോ വന്നിട്ടുള്ളത്. അതായത് പ്രൊപ്രൈറ്ററി ഫണ്ട് ഈസ് ഈക്വൽ ടു നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 6 lakh ഡിവൈഡഡ് ബൈ 0.25 ഈസ് ഈക്വൽ ടു 24 lakh എന്ന് വരും. ഓക്കെ, അങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇനി ഫിക്സ്ഡ് അസറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഫിക്സ്ഡ് അസറ്റ് ഈസ് ഈക്വൽ ടു പ്രൊപ്രൈറ്ററി ഫണ്ട് മൈനസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് പ്രൊപ്രൈറ്ററി ഫണ്ടിൽ നിന്ന് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്യുക. അതായത് നമ്മൾ ഓൾറെഡി ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ പ്രൊപ്രൈറ്ററി ഫണ്ട് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് അസറ്റ് പ്ലസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ ഇക്വേഷൻ ആണിത്. അതായത് ജസ്റ്റ് എന്ത് ചെയ്യുക? ഈ ഫിക്സ്ഡ് അസറ്റ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫിക്സ്ഡ് അസറ്റിനെ ഇവിടെ വെച്ചിട്ട് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അപ്പോൾ എന്താവും? അത് നെഗറ്റീവിലേക്ക് പോകും. അപ്പം പ്രൊപ്രൈറ്ററി ഫണ്ട് മൈനസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു 24 lakh മൈനസ് 6 lakh ഇസ് ഈക്വൽ ടു 18 lakh എന്ന് വരും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഇതിപ്പോൾ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയതിനെ കൊണ്ടും ഒന്ന് ജസ്റ്റ് എക്സ്പ്ലനേഷൻ കുട്ടീനെ കൊണ്ടും മാത്രമാണ് എത്ര ടൈം എടുക്കുന്നത് ചെയ്യാൻ. ഇത് വെറും 5 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നുണ്ടാവുക. അപ്പോൾ ഇതൊന്ന് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോക്കുക. ഇപ്പോൾ ഇത് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. The following information is related to Beta Limited for the year ended 31st March 2000. 31st മാർച്ചിനുള്ള ബാലൻസുകളാണ് എന്തിലുള്ളത് തന്നിട്ടുള്ളത്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 12 lakh, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 12 lakh, ഫിക്സ്ഡ് അസറ്റ് ടു പ്രൊപ്രൈറ്ററി റേഷ്യോ 0.75, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ 5 times, റിട്ടേൺ ഓൺ ഇക്വിറ്റി 15%. There is no debt in capital. You are required to calculate proprietors fund എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഫിക്സ്ഡ് അസറ്റ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. അപ്പോൾ ഈ 3 items ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? വലിയ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഗിവൺ എന്താണെന്ന് എഴുതുക. ജസ്റ്റ് ഗിവൺ ഐറ്റംസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 12 lakh, ഫിക്സ്ഡ് അസറ്റ് ടു പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് അസറ്റ് ഡിവൈഡഡ് ബൈ ഫിക്സ്ഡ് അസറ്റ് പ്ലസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു, ഇത് നമ്മളെങ്ങനെ വരുന്നതെന്ന് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. അതിനെക്കൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് എഴുതിയിട്ടുള്ളത്. 0.75. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ 5 times, റിട്ടേൺ ഓൺ ഇക്വിറ്റി 15%. അപ്പം ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പം ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇസ് ഈക്വൽ ടു ഇക്വിറ്റി ഫണ്ട്, അതായത്
നമ്മളുടെ കയ്യിൽ എന്തില്ല, ഡെപ്റ്റ് ഇല്ല. അതിനെ കൊണ്ട് അത് എന്തായിട്ട് എടുക്കുന്നു, ക്യാപിറ്റൽ എംപ്ലോയിഡ് ആയിട്ട് എന്തിനെ എടുക്കുന്നു, നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റലിനെ എടുക്കുന്നു. ഈക്വിറ്റി ഫണ്ടിന് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആയിട്ട് എടുക്കുന്നു. അതായത് ടോട്ടൽ നമ്മളെ ലോങ് ടേം ആയിട്ടുള്ള ഫണ്ട്സ് ആയിട്ട് എടുക്കും. ടോട്ടൽ ഫണ്ട് ഈസ് ഈക്വൽ ടു ഫിക്സഡ് അസറ്റ് പ്ലസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ഈസ് ഈക്വൽ ടു 0.25. ഇതെങ്ങനെയാണ് കിട്ടിയത്? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ തന്നിട്ടുണ്ടോ? ഇല്ല. ഫിക്സഡ് അസറ്റ് ടു ക്യാപിറ്റൽ ഫിക്സഡ് അസറ്റ് ടു എന്ത് തന്നിട്ടുണ്ട്? ഫിക്സഡ് അസറ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോ എത്രയാണ്? ഇത് വെറും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ അല്ല, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോ ആണ് 0.25. അതെങ്ങനെയാണ്? ഫിക്സഡ് 1 മൈനസ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ, അതായത് 0.75 ഈക്വൽ ടു 0.25 എന്ന് നമുക്ക് കിട്ടി. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് പ്രൊപ്പറേറ്ററി ഫണ്ട് കണ്ടുപിടിക്കാൻ കഴിയും. എങ്ങനെയാണ്? പ്രൊപ്പറേറ്ററി ഫണ്ട് ഈസ് ഈക്വൽ ടു 12 lakh ഡിവൈഡ് ബൈ 0.25 ഈസ് ഈക്വൽ ടു 48 lakh. ഇതെങ്ങനെ വരുന്നത്? 12 lakh എന്താണ്? ഇത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണെന്നുള്ള എമൗണ്ട് ഡിവൈഡഡ് ബൈ എത്രയാണോ, എത്ര പെർസെൻറ്റേജ് ആണത്? 0.25 ആണ്. 0.25 ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 48 lakh എന്ന് കിട്ടും. നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. അതേ സാധനം തന്നെയാണ്. ഇതിനെക്കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടതല്ലേ. നെക്സ്റ്റ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് കണ്ടുപിടിക്കാൻ എന്താണ്? നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ കണ്ടുപിടിക്കാം. ഫിക്സഡ് അസറ്റ് എന്താണ്? ഓണേഴ്സ് ഫണ്ട് മൈനസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്താൽ 36 lakhs എന്ന് കിട്ടും. ഓക്കെ, അത് രണ്ടും കിട്ടി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 15% എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം എന്താണ്? രണ്ടെണ്ണം നമ്മൾ കണ്ടുപിടിച്ചു. ഫിക്സഡ് അസറ്റും കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി കണ്ടുപിടിക്കേണ്ടത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എത്രയാണെന്നുള്ളതാണ്. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ നമുക്കറിയണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം തന്നെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉണ്ട്, 15% എന്നുണ്ട്. അപ്പം നമുക്ക് റിട്ടേൺ ഓൺ ഇക്വിറ്റി 15% എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കാം. ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്താണ്? ഈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ റിട്ടേൺ. ഇപ്പോൾ നമ്മളെ ക്യാപിറ്റലുള്ള കേസ് ആണെങ്കിൽ EAT ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? ക്യാപിറ്റൽ ആയിരിക്കും. എന്ത്? ഇപ്പം നോ ഡെപ്റ്റ് കേസ് ആണെങ്കിൽ, ഡെപ്റ്റ് ഒന്നും ഇല്ലാത്ത കേസ് ആണെങ്കിൽ ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആയിരിക്കും. എന്ത്? ഇക്വിറ്റി ആയിരിക്കും. എന്ത്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. കാരണം ഇതിവിടെ ഇത് ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് ഇതാണ് ആർക്കുള്ളത്? അതായത് ഈ നമ്മളെ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടിന് നമുക്ക് കിട്ടുന്ന റിട്ടേണിൻ്റെ റേഷ്യോ എത്രയാണെന്നുള്ളതാണ് എന്ത്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് എത്രയാണ്? ഇക്വിറ്റിയുടെ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇക്വിറ്റി എന്താണ്? ഡിനോമിനേറ്ററിൽ വരും. അതായത് ഇതിൻ്റെ മുകളിൽ എത്ര റിട്ടേൺ ആണ് കിട്ടുന്നത് അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആ ഇക്വിറ്റി ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള എത്രയാണോ ഏണിങ്സ് അത് മുകളിൽ കൊടുക്കുകയും ചെയ്യും. ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ ഇക്വിറ്റി ഇസ് ഈക്വൽ ടു എത്രയാണ്? 15% തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇക്വിറ്റി ഇൻറ്റു 15% ചെയ്താൽ പോരെ? അതായത് ഇക്വിറ്റി ഇൻറ്റു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ പോരെ? അപ്പോൾ ഇങ്ങനെയാണ് റേഷ്യോസിൽ ഫുള്ള് നമ്മൾ മാത്തമാറ്റിക്കലി ഒരു റേഷ്യോ നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് പുതിയ റേഷ്യോസ് കണ്ടുപിടിക്കുകയെ അങ്ങനെ റേഷ്യോസ് ആക്കി മാറ്റി നമ്മൾ ചെയ്യുന്നതാണ് എന്ത്? ഇതിൽ ഫുള്ള് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഉണ്ടാവുക. ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് ഇസ് ഈക്വൽ ടു ഇക്വിറ്റി ഇൻറ്റു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ഈക്വൽ ടു 48 lakhs ഇൻറ്റു 15%, 7,20,000 എന്ന് കിട്ടും. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എത്രയാണ്? നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ്. അപ്പോൾ ഇനി നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എടുത്തു. അപ്പോൾ വേറൊരു റേഷ്യോ കൂടി തന്നിട്ടുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞിട്ട് ഒരു റേഷ്യോ കൂടി തന്നിട്ടുണ്ട്.
അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എത്രയാണ്? ടേൺ ഓവർ ഡിവൈഡഡ് ബൈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് എന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ ഇങ്ങനത്തെ ഓരോ കേസിലാണ് എന്ത് വരിക? ഓരോ റേഷ്യോസും നമ്മൾ പഠിച്ചു വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓരോ റേഷ്യോസും ഇതിലേക്ക് ഇങ്ങനെ ഓരോന്ന് ഇംപ്ലൈ ചെയ്ത് ഇങ്ങനെ വരും. അപ്പം ടേൺ ഓവർ ഡിവൈഡ് ബൈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 5 ടൈംസ് ആണ്. ഇപ്പം നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് നമുക്കറിയാം, ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ടേൺ ഓവർ കണ്ടുപിടിക്കാൻ? ടേൺ ഓവർ ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 5 എന്താണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പം 5 ഇൻറ്റു 12 ലാക്ക് ഈസ് ഈക്വൽ ടു 60 ലാക്ക് എന്ന് കിട്ടി. അപ്പോൾ 60 ലാക്ക് ആണെന്ന് നമ്മുടെ ടേൺ ഓവർ. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 7,20,000 ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. നേരെ 7,20,000 ഡിവൈഡഡ് ബൈ 60 ലാക്ക് അടിച്ചാൽ എന്ത് കിട്ടും? എത്രയാണെന്ന് കിട്ടും. നെറ്റ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 7,20,000 ഡിവൈഡ് ബൈ 60 ലാക്ക് ഈസ് ഈക്വൽ ടു 12% എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ക്വസ്റ്റ്യന്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പം ഇപ്പോൾ ഇതിൽ ഉള്ള ആദ്യത്തെ പ്രൊപ്പറേറ്ററി ഫണ്ട് ഫിക്സ്ഡ് അസറ്റ് നമ്മൾ മുകളിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇതിൽ അഡീഷണൽ ആയിട്ടുള്ളത് എന്താണ്? ഈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഏണിങ്സ് കണ്ടുപിടിക്കും. എന്നിട്ട് ഏണിങ്സ് വെച്ചിട്ട് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏണിങ്സ് ആഫ്റ്റർ ടാക്സിനാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഓരോ ഫിഗേഴ്സും, ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആണ് നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കുക. അപ്പോൾ ഇതിൽ അപ്പോൾ ഇതെല്ലാം അറിയണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? എന്തൊക്കെയാണോ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് അതൊക്കെ ഒന്ന് എഴുതുക. എന്നിട്ട് ഇപ്പോൾ റേഷ്യോസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, ഈ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ക്വസ്റ്റ്യനിൽ ഗിവണിൽ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ റേഷ്യോ ആയിട്ട് തന്നെ എഴുതുക. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ മാത്രം എഴുതുക. അതായത് ടേൺ ഓവർ ഡിവൈഡ് ബൈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 5 ടൈംസ് എന്ന് ജസ്റ്റ് എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് ഒന്ന് സ്റ്റെക്കായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ജസ്റ്റ് ആ ഇക്വേഷനിലേക്ക് നോക്കുമ്പോൾ തന്നെ എന്തുണ്ട്? ടേൺ ഓവർ ഇവിടെ ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞെന്ന് നമുക്ക് തോന്നിയാൽ എന്ത് കിട്ടും? ഇത് നേരെ ഇങ്ങോട്ടിട്ട് ചെയ്താൽ എന്ത് കിട്ടും? ടേൺ ഓവർ കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇത് എഴുതി വെച്ചാൽ നമുക്ക് പിന്നെ ആദ്യം തന്നെ മനസ്സ് കിട്ടിയില്ലെങ്കിലും പിന്നെ നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യും? കിട്ടും. അപ്പോൾ അത് ആദ്യം തന്നെ ഗിവണിൽ എന്ത് ചെയ്യുക? വലിയ ക്വസ്റ്റ്യൻ ആകുമ്പോൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യുക? ഗിവണിൽ കൊടുക്കുക എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ ചെറിയ ക്വസ്റ്റ്യൻ ആകുമ്പം എഴുതേണ്ട ആവശ്യമില്ല, നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ ഉണ്ടാവും. വലിയ ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, എന്തോ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇതാണ് ഇതിലുള്ള ആകെ അഡ്ജസ്റ്റ്മെൻറ്റ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ ഏണിങ്സ് കാണും. അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ വെച്ചിട്ട് നമ്മൾ ടേൺ ഓവർ കാണുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ദ കറണ്ട് അസറ്റ്സ് ഓഫ് എ ലിമിറ്റഡ് ഫ്രം ദ ഗിവൺ ഇൻഫർമേഷൻ. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ 5 ടൈംസ്, സെയിൽസ് 7,20,000, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 25%, liquidity ratio 1.25, stock at the end is 30,000 more than stock in the opening, current liability is 2,40,000. അത്രയും ഇൻഫർമേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇത് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നേരെ ഓരോന്ന് എഴുതുക. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്താണ്? COGS ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്, അതെത്രയാണ്? 5 ടൈംസ്. അപ്പം ഇതിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? നമുക്ക് GP തന്നിട്ടുണ്ട്, സെയിൽസ് തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഓരോന്ന് എഴുതി കൊടുക്കുക. GP എത്രയാണ്? GP 25%, സെയിൽ 7,20,000. ഇപ്പോൾ COGS നമുക്ക് എങ്ങനെ കിട്ടുക? COGS GP 25% എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ COGS എത്രയാണ്? 75% ആണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക? 7,20,000 എന്ത് ചെയ്താൽ മതി? 75% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് എത്ര വരുന്നത്? ഇപ്പോൾ COGS എത്ര വരുന്നത്? 7,20,000 ഇൻറ്റു 75% അടിച്ചാൽ എത്ര വരും? 5,40,000
40,000 എന്ന് വരും. അപ്പോൾ അത്രയാണ് COGS വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നമുക്ക് ഓൾറെഡി ഗിവൺ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ കണ്ടുപിടിച്ചു, COGS കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെ ഓരോന്ന് വെച്ച് ഇങ്ങനെ ചെയ്ത് തുടങ്ങുക. അങ്ങനെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ നമുക്ക് കിട്ടി. അപ്പോൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ നമ്മൾ എന്ത് ചെയ്തു? COGS കണ്ടുപിടിച്ചു. അപ്പോൾ COGS കണ്ടുപിടിച്ചു ഡിവൈഡ് ബൈ ആവറേജ് സ്റ്റോക്ക് 4,50,000 ഡിവൈഡ് ബൈ ആവറേജ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. അപ്പോൾ ആവറേജ് സ്റ്റോക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആവറേജ് സ്റ്റോക്കിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും, അതുപോലെ തന്നെ ഈ 5നെ എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങോട്ടേക്കും കൊണ്ടുവരും. അപ്പോൾ എന്താവും? ആവറേജ് സ്റ്റോക്ക് ഇപ്പുറം വരും. 5,40,000 ഡിവൈഡ് ബൈ 5 എന്ന് വരും. 5,40,000 ഡിവൈഡ് ബൈ 5 എത്രയാണ് വരുന്നത്? 5,40,000 ഡിവൈഡ് ബൈ 5 1,08,000 എന്ന് വരും. 1,08,000 ആണ് എന്ത്? ആവറേജ് സ്റ്റോക്ക് നമുക്ക് കിട്ടി. അപ്പോൾ പിന്നെ ആവറേജ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡ് ബൈ 2 ആണ്. അതായത് ഓപ്പണിങ്ങിൻ്റെയും ക്ലോസിങ്ങിൻ്റെയും ആവറേജിനെയാണ് എന്ത്? ആവറേജ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പം ക്വസ്റ്റ്യനിൽ എന്ത് പറയുന്നുണ്ട്? ക്വസ്റ്റ്യനിൽ ഓൾറെഡി എന്ത് പറയുന്നുണ്ട്? സ്റ്റോക്ക് അറ്റ് ദ എൻഡ് ഈസ് 30,000 മോർ ദാൻ സ്റ്റോക്ക് അറ്റ് ദ ഓപ്പണിംഗ്. ഓപ്പണിങ്ങിനേക്കാളും 30,000 എന്താണ്? മോറാണെന്ത്? എൻഡിലുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു കാര്യം അറിയാത്ത സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? എക്സിന് എടുക്കുക. ലെറ്റ് ദ ഓപ്പണിംഗ് സ്റ്റോക്ക് ബി എക്സ്. അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിന് എന്തായിട്ട് എടുക്കുക? നമ്മൾ എക്സ് ആയിട്ട് എടുക്കുക. ദെൻ ദ ക്ലോസിംഗ് സ്റ്റോക്ക് വിൽ ബി എന്തായിരിക്കും? ക്ലോസിംഗ് സ്റ്റോക്ക് എന്തായിരിക്കും? എക്സിനെ നമ്മൾ എടുക്കുന്നത് ഒരു റിലേഷൻ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് രണ്ട് ഒരേപോലെയുള്ള ഏതാണ്ട് ഒരു നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് വരുമ്പോൾ നമ്മൾ എക്സ് എടുക്കുന്നത് എന്തിനാണ്? അതിനെ രണ്ടിനെയും കൂടി റിലേറ്റ് ചെയ്തിട്ട് എന്നിട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എക്സ് എടുത്താൽ എക്സിൻ്റെ കൂടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 30,000 അധികമാണെന്ന് പറഞ്ഞത്. അപ്പോൾ എക്സ് പ്ലസ് 30,000 ആണ് എന്ത്? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പം 1,08,000 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് 30,000 ആണ് ഡിവൈഡ് ബൈ 2. അപ്പം എങ്ങനെ കിട്ടും? എന്നിട്ട് ഈ 2നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എന്ത് വരും? ഡിനോമിനേറ്ററിലുള്ളത് ന്യൂമറേറ്ററിലേക്ക് വരുമ്പം അത് എന്താവും? മൾട്ടിപ്ലിക്കേഷനായി മാറും. അപ്പോൾ 2,60,000 എന്ന് വരും. 2,60,000 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് 30,000 എന്ന് വരും. അപ്പം 2x പ്ലസ് 30,000 ഈസ് ഈക്വൽ ടു 2,60,000. അപ്പം ഈ 30,000നെ എന്ത് ചെയ്യുക? ഒരു ഭാഗത്ത് നമ്മൾ എന്തിനെ മാത്രമാക്കുക? എക്സിനെ മാത്രം ഒരു ഭാഗത്താക്കുക. എന്നാലേ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. അപ്പം 30,000നെ എന്ത് ചെയ്യുക? ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. ഇവിടെ പ്ലസ്സിലുള്ളതാണ് 30,000. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താവും? മൈനസ് ആവും. അപ്പം 2,16,000 മൈനസ് 30,000 ഈസ് ഈക്വൽ ടു 1,86,000 എന്ന് വരും. 1,86,000 എന്താണ്? 2x ആണ്. അപ്പോൾ എക്സ് എത്രയാണ്? എക്സ് ഈസ് ഈക്വൽ ടു ഈ 2നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ഡിനോമിനേറ്ററിൽ വരും. അപ്പോൾ 1,86,000 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 93,000 എന്ന് വരും. അപ്പോൾ ഇങ്ങനെ എന്ത് കിട്ടി? നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് എക്സ് എന്താണ് നമ്മൾ എടുത്തത്? ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്കാണ് നമ്മൾ എക്സ് എടുത്തത്. അപ്പം എക്സ് ഈസ് ഈക്വൽ ടു 93,000 എന്ന് കിട്ടി. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 93,000 പ്ലസ് 30,000 ഈക്വൽ ടു 1,23,000 എന്ന് വരും. ഇങ്ങനെയാണ് എന്ത്? നമ്മൾ സ്റ്റോക്കിനെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു ഐറ്റം കണ്ടുപിടിച്ചു. ഇനി എന്താ പറയുന്നത്? ഇനി നമുക്ക് എന്തൊക്കെയാണുള്ളത്? ലിക്വിഡിറ്റി റേഷ്യോ ഉണ്ട്, അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസും തന്നിട്ടുണ്ട്. ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡിറ്റി റേഷ്യോ ഇസ് ഈക്വൽ ടു ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ആണ് എന്ത്? ലിക്വിഡിറ്റി റേഷ്യോ. ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെൻട്രീസ് അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസ് കുറച്ചിട്ടുള്ള ഐറ്റത്തിനാണ് എന്ത് പറയുന്നത്? ക്വിക്ക് അസറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി അസറ്റ്സിൻ്റെ ലിക്വിഡിറ്റി ബേസ്ഡ് റേഷ്യോസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്ത്? ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ക്വിക്ക് അസറ്റ്സ് മൈനസ് പ്രീപെയ്ഡ് എക്സ്പെൻസ്, അതുപോലെ തന്നെ ഇൻവെൻട്രിയും പ്രീപെയ്ഡ് എക്സ്പെൻസും ഇല്ലാത്തതാണ് എന്ത് ക്വിക്ക് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രീപെയ്ഡ് എക്സ്പെൻസ് ഈ കേസിൽ നമ്മൾ സാധാരണ കേസിൽ വരാറില്ല. അപ്പോൾ അധികവും ഇൻവെൻട്രി കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് എന്ത് ക്വിക്ക് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ലിക്വിഡിറ്റി റേഷ്യോ നമുക്ക് ഓൾറെഡി അറിയാം എത്രയാണ്, 1.5 ആണ് ലിക്വിഡിറ്റി റേഷ്യോ. ക്വിക്ക് അസറ്റ് എത്രയാണെന്ന് അറിയില്ല. കറണ്ട് ലയബിലിറ്റി എത്രയാണെന്ന് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ കറണ്ട് ലയബിലിറ്റി അപ്പം അപ്പോൾ ഈ കറണ്ട് ലയബിലിറ്റീനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അപ്പോൾ എത്ര വരും, 1.5 ഇൻറ്റു 240 ഈക്വൽ ടു 360 ആണ് എന്ത് ക്വിക്ക് അസറ്റ് എന്ന് പറയുന്നത്. ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് അസറ്റ്സ് നിന്ന് എന്ത് കുറച്ചതാണ്, കറണ്ട് അസറ്റ്സ് നിന്ന് പ്രീപെയ്ഡ് എക്സ്പെൻസും അതുപോലെ തന്നെ ഇൻവെൻട്രിയും കുറച്ചതാണ്. അപ്പോൾ കറണ്ട് അസറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക, കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു ക്വിക്ക് അസറ്റിൻ്റെ കൂടെ ഇൻവെൻട്രീസ് ആഡ് ചെയ്താൽ തിരിച്ച് ആ ഇക്വേഷൻ ഒന്ന് അങ്ങോട്ടും ഇട്ടാൽ നമുക്ക് കിട്ടും. ക്വിക്ക് അസറ്റിൻ്റെ കൂടെ ഇൻവെൻട്രി ആഡ് ചെയ്താൽ കിട്ടും. അപ്പോൾ കറണ്ട് അസറ്റ് എത്രയാണ്, ക്വിക്ക് അസറ്റ് എത്രയാണ്, 3,60,000 പ്ലസ് എത്രയാണ് നമ്മളെ കറണ്ട് അസറ്റ് അല്ല ഇൻവെൻട്രീസ് എത്രയാണ്, 1,23,000. is equal to 4,83,000 എന്ന് വരും. ഓക്കെ, അപ്പോൾ അതും അങ്ങനെ കഴിഞ്ഞു. ഇത്രയുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമ്മളൊരു കാര്യം ഫസ്റ്റ് ഒരു റേഷ്യോ നമ്മൾ ജസ്റ്റ് എഴുതി നോക്കുക. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കണക്റ്റായി വരുന്നുണ്ടോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ എന്താ ചെയ്തത്, കോസ്റ്റ് ഓഫ് ടേൺ ഓവർ റേഷ്യോ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. അപ്പോൾ നമ്മുടെ ഗിവൺ ഇൻഫർമേഷൻസിൽ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും ഐറ്റം ഉണ്ടോ എന്ന് നമ്മൾ നോക്കി. അപ്പം നമ്മൾ കണ്ടു എന്ത് സെയിലും ഉണ്ട്, അതുപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റും ഉണ്ട്. അപ്പം ഗ്രോസ് പ്രോഫിറ്റ് സെയിലിൽ നിന്ന് കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് എന്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഗ്രോസ് പ്രോഫിറ്റ് ആണ് എന്ത് സെയിൽ. അപ്പം സെയിലിൽ നിന്ന് എന്ത് ചെയ്തു, നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് കുറച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് എടുത്തു. അപ്പോൾ അതെന്തായി, നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയി. അത് ഡിവൈഡ് ബൈ ആവറേജ് സ്റ്റോക്ക് എടുത്തു. അപ്പോൾ നമുക്ക് എന്നിട്ട് അങ്ങനെ റേഷ്യോ വെച്ച് നമ്മൾ എന്ത് ചെയ്തു, ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ നോക്കുമ്പം ഓപ്പണിങ് ആവറേജ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സ്റ്റോക്ക് അറ്റ് ദ എൻഡ് 30,000 മോർ ദാൻ ഓപ്പണിങ്ങിനേക്കാളും ഇത്ര കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അപ്പം ആ ഒരു റിലേഷൻ ഉള്ളതിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ് എടുത്തു, ലൈക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ബി എക്സ് ആയിട്ട് എടുത്തു. എന്നിട്ട് എക്സിൻ്റെ കൂടെ നമ്മളൊരു 30,000 ആഡ് ചെയ്തിട്ട് ഉള്ളതിനെ എന്തായിട്ടും എടുത്തു, ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് എടുത്തു. അപ്പം അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ നോക്കിയത് ലിക്വിഡിറ്റി റേഷ്യോ ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ആ ലിക്വിഡിറ്റി റേഷ്യോ എന്താണെന്ന് നോക്കി, ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ ഈ ക്വിക്ക് അസറ്റ് എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അതിനെ കൊണ്ട് ക്വിക്ക് അസറ്റ് നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. ക്വിക്ക് അസറ്റ് 1.5 ഇൻറ്റു കറണ്ട് ലയബിലിറ്റി നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, 2,40,000 ആണെന്ന് അറിയാം. അപ്പോൾ 2,40,000 ഇൻറ്റു 1.5 3,60,000 എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ കറണ്ട് അസറ്റ് എന്താണ്, ക്വിക്ക് അസറ്റ് പ്ലസ് ഇൻവെൻട്രീസ് ആണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറച്ചൊരു അത്യാവശ്യം വലുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4. The following are the information and financial ratios relating to AI Limited for the year ended 31st March 2023. Inventory ratio is equal to 6 times. Inventory ratio എത്രയാണ്, 6 times ആണ്. Creditors turnover ratio is equal to 10. GP ratio is equal to 25%. Debtors turnover ratio is equal to 8 times. Current ratio is equal to 2.4 times.
ടോട്ടൽ സെയിൽസ് ഈസ് ഈക്വൽ ടു 30 lakh. Cash sales are 25% of the credit sales. Cash purchase is 2,30,000. Working capital is equal to 2,80,000. Closing inventory is 80,000 more than opening inventory. You are required to calculate average inventory, purchase, average debtors, average creditors, average payment period, average collection period. അങ്ങനെ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഒരു അത്യാവശ്യം കുറച്ച് ഡാറ്റ കൂടുതലുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങൾ എന്താ വേണ്ട ഒന്നും പേടിക്കൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ തന്നെ ഫസ്റ്റ് എന്ത് ചെയ്താൽ ഇതൊരു അത്യാവശ്യം വലിയ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ത് ചെയ്താൽ ഗിവൺ എന്താണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് എഴുതി വെക്കുക. ഇത് ഞാനിവിടെ ഓൾറെഡി ആൻസർ ചെയ്ത് വെച്ചതിനെ കൊണ്ട് ഇവിടെ അതിൻ്റെ കൂടെ എഴുതുന്നില്ല. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചു തരാം എങ്ങനെ എഴുതേണ്ടത്. അപ്പോൾ ഇത് നിങ്ങളെ ബുക്കിൽ എഴുതുമ്പോൾ നല്ല രീതിയിൽ എഴുതുക. ഞാൻ ഒന്ന് ജസ്റ്റ് റോ ആയിട്ട് എഴുതി കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഇൻവെൻട്രി റേഷ്യോ ഉണ്ട്. ഇൻവെൻട്രി റേഷ്യോ എന്താണ്? ഇൻവെൻട്രി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, ദാറ്റ് ഈസ് COGS ഡിവൈഡ് ബൈ ആവറേജ് സ്റ്റോക്ക് ഈക്വൽ ടു 6 times എന്നുണ്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ്. അതാണെന്ത് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ക്രെഡിറ്റേഴ്സിന് എന്താണ് നമ്മൾ പർച്ചേസ് വെച്ചാണെന്ത് ക്രെഡിറ്റേഴ്സ് എങ്ങനെ ഉണ്ടാകുന്നത്? നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴല്ലേ ക്രെഡിറ്റേഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ളതിനെ കൊണ്ടാണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയിൽ പർച്ചേസ് വരുന്നത്. പർച്ചേസ് ഡിവൈഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ്. ഇത് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അതായത് ക്രെഡിറ്റ് പർച്ചേസ് ആകുമ്പോഴല്ലേ നമ്മൾ എന്ത് വരുന്നുള്ളൂ ആവറേജ് ക്രെഡിറ്റേഴ്സിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, ആവറേജ് പർച്ചേസ് ഈക്വൽ ടു എത്രയാണ്? 10 ആണ്. അതുപോലെ തന്നെ GP എത്രയാണ്? GP 25% ആണ്. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ഡെപ്റ്റേഴ്സ് എത്രയാണ്? ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ഡെപ്റ്റേഴ്സ് ഈക്വൽ ടു 8 ആണ്. അതുപോലെ തന്നെ കറണ്ട് റേഷ്യോ 2.4. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഗിവൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് ഓരോന്നായിട്ട് നമ്മൾ ചെയ്തു തുടങ്ങുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എന്ന് തുടങ്ങാം. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് തന്നെ ആവറേജ് ഇൻവെൻട്രി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എന്ന് നമ്മൾ തുടങ്ങാം. അതെന്താണ്? കോസ്റ്റ് ഓഫ് സെയിൽസ് ഓർ COGS, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെൻട്രി. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്ത്? GP മൈനസ് ചെയ്താൽ സെയിൽസ് ലെസ് GP ആണ് എന്ത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് 30 lakh ഇൻറ്റു 75% ഇസ് ഈക്വൽ ടു 22,50,000 എന്ന് വരും. ആവറേജ് ഇൻവെൻട്രി എങ്ങനെ കണ്ടുപിടിക്കുക? ആവറേജ് ഇൻവെൻട്രി ഈസ് ഈക്വൽ ടു COGS ഡിവൈഡ് ബൈ എത്രയാണ് നമ്മുടെ റേഷ്യോ വരുന്നത്? ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ 6 ആണ് വരുന്നത്. ഡിവൈഡ് ബൈ 6 എന്ന് വരും. അപ്പോൾ 3,75,000 എന്ന് വരും. ഇപ്പോൾ ഈ ആവറേജ് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡ് ബൈ 2 ആണ്. അപ്പം ഓപ്പണിംഗ് എത്ര തന്നിട്ടുണ്ട്? നെറ്റ് ഓപ്പണിംഗ് BX.
ഓപ്പണിങ്ങിന് എന്താക്കി എടുക്കാം, നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഓപ്പണിങ്ങിനേക്കാളും ക്ലോസിങ് എത്രയാണ്, 80,000 കൂടുതലാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിലുള്ള അതേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇതിനെക്കൊണ്ട് ഞാൻ ജസ്റ്റ് വേഗം പെട്ടെന്ന് പറഞ്ഞു പോവാം. നമ്മൾ ഓരോ പുതിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ കുറച്ച് മോർ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഓൾറെഡി പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മളൊന്ന് ജസ്റ്റ് നല്ല ചെയ്യാം. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കുമല്ലോ. അപ്പം ഓപ്പണിങ് വെച്ച് ചെയ്താൽ 2x - 80,000 3,75,000 ഇൻറ്റു 7,50,000 കിട്ടും. അപ്പോൾ 2x is equal to 7,50,000 80,000 കുറച്ചാൽ എത്ര വരിക, 6,70,000 വരും. 6,70,000 ആണ് 2x. x is equal to 6,70,000 ഡിവൈഡ് ബൈ 2 is equal to 3,35,000 എന്ന് വരും. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്, 3,35,000 പ്ലസ് 80,000 is equal to 4,15,000 എന്ന് വരും. അതുപോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് 3,35,000 എന്ന് വരും. ഓക്കെ, അത് റെഡി അല്ലേ? അപ്പോൾ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും കിട്ടി. അതുപോലെ തന്നെ ആവറേജ് സ്റ്റോക്ക് അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് റേഷ്യോ ഞാനൊന്ന് കോളത്തിലാക്കുന്നുള്ളൂ. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ്. അപ്പം ക്രെഡിറ്റ് പർച്ചേസ് എത്രയാണ്, ക്രെഡിറ്റ് പർച്ചേസ് 10 ഇൻറ്റു ആവറേജ്, അതായത് ഈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഓൾറെഡി 10 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് എത്രയാണ്, 10 ഇൻറ്റു ആവറേജ് ക്രെഡിറ്റേഴ്സ്. ഇനി ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, ഇതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ നമുക്ക് എന്തില്ല, ക്വസ്റ്റ്യന് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ തന്നിട്ടുണ്ട്, അത് 10 ആണ് തന്നിട്ടുണ്ട്. ബട്ട് നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് തന്നിട്ടുള്ളത്, ക്യാഷ് പർച്ചേസ് എത്രയാണെന്ന് മാത്രമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ എന്ത് തന്നിട്ടില്ല, ക്യാഷ് അല്ലാത്ത നമ്മളെ ക്രെഡിറ്റ് പർച്ചേസ് എത്രയാണെന്ന് തന്നിട്ടില്ല. അപ്പോൾ അത് കിട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രെഡിറ്റേഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതില്ലാത്തതിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുക. ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും, അതിലെന്തൊക്കെ അതിലുള്ള ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ പർച്ചേസ് ആണ് നമുക്ക് വേണ്ടത്. പർച്ചേസ് എത്രയാണെന്ന് നമുക്ക് അറിയില്ല, ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമ്മുടെ കയ്യിലല്ലേ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര ഉണ്ട്, 3,35,000 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര ഉണ്ട്, 4,15,000 കണ്ടുപിടിച്ചു. സെയിൽസ് 30 lakh ആണെന്നും കണ്ടുപിടിച്ചു. പിന്നെ ജി പി എത്രയാണ്, എത്രയാണെന്ന് നമുക്കറിയാം, 25% ആണ്. 30 lakhന്റെ 25% പറഞ്ഞാൽ 7,50,000. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എത്ര ഉണ്ട്, 34,15,000 ആണെന്ത് ടോട്ടലായിട്ടുള്ളത് നമ്മുടെ സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും കൂടി ഉള്ളത്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പണിംഗ് സ്റ്റോക്ക് അതുപോലെ തന്നെ ജി പിൻ്റെ ടോട്ടൽ എത്ര ഉണ്ട്, 3,35,000 പ്ലസ് 7,50,000 is equal to 10,85,000 minus 34,15,000 is equal to 23,30,000 എന്ന് വരും. എന്ത്, നമ്മുടെ പർച്ചേസിൻ്റെ വാല്യൂ. അപ്പം നമ്മൾ പർച്ചേസ് അറിയാത്തതിനെ കൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ പർച്ചേസിനെ കണ്ടുപിടിക്കുക, പർച്ചേസിനെ ലെറ്റ് പർച്ചേസ് ബി എക്സ് ആക്കി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പർച്ചേസിനെ കണ്ടുപിടിക്കുക. ഒന്നെങ്കിൽ നിങ്ങളങ്ങനെ വരച്ച് കണ്ടുപിടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇക്വേഷൻ പോലെ എഴുതിയിട്ടും കണ്ടുപിടിക്കാം. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വരില്ല, കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. മറ്റേ രീതിയിൽ എഴുതുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇക്വേഷൻ ആയതിനെ കൊണ്ട് ചിലപ്പോൾ മറന്നുപോയി എന്നൊക്കെ വരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ട്രേഡിംഗ് അക്കൗണ്ട് മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അതിൽ എങ്ങനെയാണ് പർച്ചേസ് ഉണ്ടാവുക, ഓപ്പണിംഗ് എത്ര ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പണിംഗ് അത് അതിൻ്റെ കൂടെ പർച്ചേസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്തിട്ട് ജി പി വരും, ആഡ് ചെയ്തിട്ട് അപ്പം പിന്നെ അപ്പുറത്ത് ക്ലോസിംഗ് സ്റ്റോക്ക്, ഇത് രണ്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്താൽ എന്തായി, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയി. അതിൻ്റെ കൂടെ ജി പിയും കൂടി ആഡ് ചെയ്താൽ എന്തായി, സെയിൽസ് ആയി.
അപ്പോൾ അതൊരു നിങ്ങളൊരു ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്തൊക്കെ വരും, എങ്ങനെയൊക്കെ ഉണ്ടാവും, അപ്പോൾ അതിലുള്ള ഐറ്റംസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടാവും നോക്കുക. അപ്പോൾ അതിലില്ലാത്ത ഐറ്റത്തിനെ കണ്ടുപിടിക്കാൻ എന്താണ് നമുക്ക് സിമ്പിളാണ്. അല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെയാണ്. ആദ്യം കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഉള്ള എത്രയാണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതാണ് എന്ത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, അതുപോലെ തന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്തില്ല, ഡയറക്റ്റ് എക്സ്പെൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ പർച്ചേസ് മാത്രം എടുക്കുക. അപ്പോൾ പർച്ചേസ് എന്താണ്, പർച്ചേസ് നമുക്ക് കിട്ടണമെങ്കിൽ COGS മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതും നല്ലതാണ്. അതായത് മറ്റേ രീതിയിൽ ചെയ്യുന്നത് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് വേണമെന്നുണ്ടെങ്കിലാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓൾറെഡി ഇതിൻ്റെ കോൺസെപ്റ്റ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ വൺസ് നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളത് ഈ രീതിയാണ്. അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നേരെ ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും, അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചതാണ്. അപ്പോൾ അത് നേരെ എന്ത് ചെയ്യാം, പർച്ചേസ് കണ്ടുപിടിക്കണമെങ്കിൽ പർച്ചേസിനെ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള രണ്ടിനെ അപ്പുറത്ത് ഉണ്ടായാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് എന്ത് ചെയ്യുക, ഓപ്പണിംഗ് സ്റ്റോക്ക് കുറച്ചിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, പർച്ചേസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ എന്നാണ് നമ്മൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് പർച്ചേസ് എങ്ങനെയാണ് കിട്ടുക, പർച്ചേസ് ഈസ് ഈക്വൽ ടു 22,15,000 പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര, ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ല പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്കിനെ ആഡ് ചെയ്യുക, അതുപോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്കിനെ ലെസ് ചെയ്യുക. 4,15,000 ലെസ് 3,35,000 ഈസ് ഈക്വൽ ടു 23,30,000 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, പർച്ചേസ് കിട്ടി. അപ്പം ടോട്ടൽ പർച്ചേസ് നമുക്ക് കിട്ടി. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് പർച്ചേസ് എത്രയെന്ന് അറിയണം. ക്രെഡിറ്റ് പർച്ചേസ് എത്രയെന്ന് അറിയാൻ എന്താണ്, ഓൾറെഡി ക്യാഷ് പർച്ചേസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ക്രെഡിറ്റ് പർച്ചേസ് ഈസ് ഈക്വൽ ടു പർച്ചേസ് മൈനസ് ക്യാഷ് പർച്ചേസ്. 23,30,000 മൈനസ് 2,30,000 ഈസ് ഈക്വൽ ടു 21 lakh ആണ് ക്യാഷ് പർച്ചേസ് വരുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, ആവറേജ് ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണ്, ക്രെഡിറ്റ് പർച്ചേസ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു ആവറേജ് ക്രെഡിറ്റേഴ്സ് എന്നുള്ള നമ്മളൊന്ന് മുകളിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഒരു പെട്ടിയിലാക്കിയിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടില്ലേ. അപ്പോൾ അതിലേക്ക് എന്ത് കൊടുക്കുക, വാല്യൂ കൊടുക്കുക. 10 ഇൻറ്റു ആവറേജ് ക്രെഡിറ്റേഴ്സ് ഈസ് ഈക്വൽ ടു 21 lakh. അപ്പോൾ 10 ആവറേജ് ക്രെഡിറ്റേഴ്സ് 21 lakh ആണ്. അപ്പോൾ ആവറേജ് ക്രെഡിറ്റേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ആവറേജ് ക്രെഡിറ്റേഴ്സ് ഈസ് ഈക്വൽ ടു 21 lakh ഡിവൈഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 2,10,000 എന്ന് വരും. ഓക്കെ, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എങ്ങനെയാണ്, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഈ ക്രെഡിറ്റ് പർച്ചേസ് ഇത് 10 ആണെന്ന് കിട്ടി, ആവറേജ് ക്രെഡിറ്റേഴ്സിനെ ഇങ്ങോട്ടേക്ക് എടുത്തു. അങ്ങനെ ക്രെഡിറ്റ് പർച്ചേസ് നമുക്ക് അറിയാം. എന്നിട്ട് ഈ 10 എന്ത് ചെയ്തു, തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവന്നു. അങ്ങനെ കിട്ടിയതാണ്. ഓക്കെ, നെക്സ്റ്റ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. അതെത്രയാണ്, 8 ആണ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ്. ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ് ആണ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. അപ്പം ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 30 lakh എന്താണ്, ടോട്ടലായിട്ടുള്ള സെയിലാണ്. അതിൽ 25%, ഞാൻ ക്വസ്റ്റ്യനിലെ വേർഡിങ്സ് കാണിച്ചു തരാം. $30 lakhs total sales is 30 lakhs. Cash sales are 25% of credit sales. ഇതെന്തെങ്ങനെ പറഞ്ഞാലേ, ക്യാഷ് സെയിൽസ് ആർ 25% ഓഫ് ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ സെയിൽസിൻ്റെ 25% എടുക്കാം. അപ്പം 25% ഓഫ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റുക, അത് നമ്മൾ ഒരു ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്
പോസ്റ്റിങ്ങിലൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു സംഭവമാണ് വേർഡിങ്സ് നോക്കിയിട്ട്. അതായത് ക്യാഷ് സെയിൽസ് 25% ഓഫ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ഈ ക്രെഡിറ്റ് സെയിൽസിന് എന്താക്കി എടുക്കുക, ഒരു 100 ആക്കി സങ്കല്പിക്കുക. അതായത് ക്രെഡിറ്റ് സെയിൽസ് 100 ഉണ്ട്, അതിൻ്റെ 25 ആണ് എന്ത്, ക്യാഷ് സെയിൽസ്. അതാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. അതായത് ക്രെഡിറ്റ് സെയിൽസ് 100 റുപ്പീസിനാണെങ്കിൽ 25 റുപ്പീസിന് എന്താണ്, ക്യാഷ് സെയിൽസ് ആണ്. അതുപോലെ തന്നെ ടോട്ടൽ ആയിട്ടുള്ള സെയിൽ 125 ആണ് എന്ത്, ടോട്ടൽ ആയിട്ടുള്ള സെയിൽ. അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ 25% ഓഫ് എന്ന് പറഞ്ഞിട്ട് ഏതാണോ വരുന്നത് അതിനെയാണ് 100 ആക്കി നമ്മൾ എടുക്കേണ്ടത്. 25% ഓഫ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സെയിൽസിനെ 100 ആക്കി എടുക്കണം. അതുപോലെ തന്നെ 25% ഓഫ് ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സെയിൽസ് എന്നാണെങ്കിലാണോ, ബട്ട് വെൻ ക്വസ്റ്റ്യൻ സെയിൽസ് 25% ഓഫ് ടോട്ടൽ സെയിൽസ്, ദെൻ ടോട്ടൽ സെയിൽസിനെ 100 ആക്കി എടുക്കുക. അതുപോലെ തന്നെ ക്യാഷ് സെയിൽസിനെ എത്ര ആക്കി എടുക്കുക, 25 ആക്കി എടുക്കുക. അപ്പോൾ എത്ര ക്രെഡിറ്റ് സെയിൽസ് എത്ര ആയിട്ട് വരും, ഇത് രണ്ടിനെയും, അതായത് 100 ആണ് ടോട്ടൽ സെയിൽ, 25 ക്യാഷ് സെയിൽ ആണെങ്കിൽ ബാക്കിയുള്ള 75 ആയിരിക്കും എന്ത്, ക്രെഡിറ്റ് സെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടെ വേറൊരു സ്ഥലത്ത് വരാറുണ്ട്, എവിടെ, നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ്, ജി പി ഓൺ കോസ്റ്റ്, ജി പി ഓൺ സെയിൽ എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. ജി പി ഓൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോസ്റ്റിൻ്റെ മുകളിൽ എത്രയാണ് ജി പി വരുന്നത് എന്നുള്ള റേഷ്യോ ആണ്. ജി പി ഓൺ സെയിൽ എന്ന് പറഞ്ഞാൽ സെയിലിൻ്റെ മുകളിൽ എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. അപ്പം ജസ്റ്റ് ഇത് മാത്രം ഒന്ന് ഇതൊന്ന് നോക്കുക. ക്യാഷ് സെയിൽ 25% ഓൺ ക്രെഡിറ്റ് സെയിൽ എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ മുകളിലാണോ ഓഫ് വെച്ചിട്ട് പറയുന്നത് അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ അതിനെ 100 ആക്കി എടുത്തിട്ട് ഇപ്പോൾ നമ്മളെ കയ്യിലുള്ള എമൗണ്ടിനെ 25 എത്ര പെർസെൻറ്റേജ് വെച്ചാൽ അതിനെ ആ 25 എടുത്തിട്ട് ടോട്ടൽ എമൗണ്ട് എത്ര ആയിരിക്കും, ക്രെഡിറ്റ് സെയിൽ പ്ലസ് ക്യാഷ് സെയിൽ = 125 ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഇത് മനസ്സിലായോ? അപ്പോൾ ഇത് മനസ്സിലായി കഴിഞ്ഞാൽ കഴിഞ്ഞ അത്ര തന്നെ ഉള്ളൂ. 30 lakh ഇൻറ്റു 100 ആണെന്ത്, ഇതിൽ എത്രയാണ് ക്രെഡിറ്റ് സെയിൽ, എത്രയാണ് 100 ആണ്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്യാം. അതായത് ക്യാഷ് സെയിൽ, ക്രെഡിറ്റ് സെയിൽ, ടോട്ടൽ സെയിൽ എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യാം. ഇപ്പം 25% ഓഫ് ക്രെഡിറ്റ് സെയിൽ എന്ന് പറഞ്ഞാൽ 100 ആക്കി ക്രെഡിറ്റ് സെയിലിന് എടുക്കുക, എന്നിട്ട് ക്യാഷ് സെയിലിന് 25 എന്ന് കൊടുത്തിട്ട് ടോട്ടലിന് 125 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പം എന്താ കണ്ടുപിടിക്കേണ്ടത്, ക്രെഡിറ്റ് സെയിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ വാല്യൂ എത്രയാണ്, ഈ 30 lakh എന്ന് പറഞ്ഞാൽ 125ൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് 30 lakh. കാരണം ഈ ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 125 ആണ്. അപ്പോൾ അതിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്, 100ൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക, ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ വാല്യൂ എത്രയാണ് 125. അപ്പം അങ്ങനെ 30 lakh ഇൻറ്റു 100 ഡിവൈഡ് ബൈ 125 ചെയ്താൽ 24 lakh എന്ന് വരും. 24 lakh ആണെന്ത്, നമ്മുടെ ക്രെഡിറ്റ് സെയിൽസ് വരുന്നത്. 24 lakh ആണ് ക്രെഡിറ്റ് സെയിൽസ് വരുന്നത്. ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ എത്രയാണ്, ഓൾറെഡി ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഉണ്ട് 8. അപ്പോൾ 8 അടിച്ചാൽ 3 lakh ആണെന്ത്, നമ്മുടെ ഡെപ്റ്റേഴ്സ് ടേൺ ആവറേജ് ഡെപ്റ്റേഴ്സ് വരുന്നത് 3 lakh ആണ്. അപ്പോൾ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയോ, ഈ ക്യാഷ് സെയിൽസിൻ്റെ മുകളിൽ 25% വരുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആവറേജ് പേയ്മെൻറ്റ് പീരീഡ്. ഇതിൻ്റെയൊക്കെ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. 365 days ആണ്. 365 days ഡിവൈഡ് ബൈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണെന്ത്, ആവറേജ് പേയ്മെൻറ്റ് പീരീഡ്. നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്ന പീരീഡ് അത് എത്ര ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നുള്ളതാണ്. അപ്പോൾ 365 ഡിവൈഡ് ബൈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എത്രയാണ്, 10. 365 ഡിവൈഡ് ബൈ 10 36.5 അപ്രോക്സിമേറ്റ്ലി 37 days എന്ന് കൊടുക്കാം. ആവറേജ് കളക്ഷൻ പീരീഡ് എന്താണ്, നമ്മൾ കളക്ട് ചെയ്യുന്ന മണി പെട്ടെന്ന് കളക്ട് ചെയ്യുന്ന പീരീഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത്
അതെന്താണ്, നമ്മൾ ഡെപ്റ്റേഴ്സ് നമുക്ക് പെട്ടെന്ന് എത്ര പെട്ടെന്നാണ് ക്യാഷ് തരുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത് ആവറേജ് കളക്ഷൻ പീരീഡ്. അപ്പോൾ 365 ഡിവൈഡഡ് ബൈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണ് എന്ത് ആവറേജ് കളക്ഷൻ പീരീഡ്. 365 ഡിവൈഡഡ് ബൈ 8 = 45.62. ഇതും നമുക്ക് എന്ത് ചെയ്യാം 46 days എന്ന് പറയാം. ഇനി നെക്സ്റ്റ് കറണ്ട് റേഷ്യോ ആണ്. കറണ്ട് റേഷ്യോ എന്താണ്, കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. അത് എത്ര ഉണ്ട്, 2.4 ആണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും ഒക്കെ കണ്ടുപിടിക്കാം. കറണ്ട് അസറ്റ് എത്രയാണ്, 2.4 കറണ്ട് ലയബിലിറ്റി ആയിട്ട് വരും. അതായത് ഈ ഇക്വേഷൻ കറണ്ട് ലയബിലിറ്റിനെ പുറത്തേക്ക് ഇട്ടാൽ നമുക്ക് എന്ത് വരും, കറണ്ട് അസറ്റ് = 2.4 കറണ്ട് ലയബിലിറ്റി എന്ന് കിട്ടും. അപ്പം ഇതിനെ ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, ഇതിനെ രണ്ടിൽ ഏതെങ്കിലും ഒന്നിലേക്ക് മാറ്റാം. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തുണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. അത് നമുക്ക് ഓൾറെഡി നമുക്ക് അറിയുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. എന്തുണ്ട്, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി 2,80,000 എന്നുണ്ട്. അപ്പോൾ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ 2,80,000 ആണ്. അപ്പോൾ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടോ, കറണ്ട് അസറ്റ് = 2.4 കറണ്ട് ലയബിലിറ്റി എന്ന് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കറണ്ട് അസറ്റിനെ എന്താക്കി ഇൻ്റർപ്രറ്റ് ചെയ്യാം, 2.4 കറണ്ട് ലയബിലിറ്റി ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യും. അപ്പം നമ്മൾ രണ്ടിനെയും കൂടി ഒരു ടേമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, വാല്യൂ കണ്ടുപിടിക്കാൻ സുഖമാണ്. അപ്പം അതിനെ കൊണ്ട് എന്ത് ചെയ്യും, 2.4 കറണ്ട് ലയബിലിറ്റി മൈനസ് കറണ്ട് ലയബിലിറ്റി = 1.4 കറണ്ട് ലയബിലിറ്റി = 2,80,000 എന്ന് വരും. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസ് എത്രയാണ്, 2,80,000 ഡിവൈഡഡ് ബൈ 1.4 കറണ്ട് ലയബിലിറ്റി ഇങ്ങോട്ടേക്ക് 1.4 ഇങ്ങോട്ട് വരുമ്പോൾ 2,80,000 ഡിവൈഡ് ബൈ 1.4 = 2 lakh എന്ന് വരും. 2 lakh ആണ് നമ്മുടെ കറണ്ട് ലയബിലിറ്റി വരുന്നത്. കറണ്ട് അസറ്റ് എങ്ങനെയാണ് അപ്പോൾ കണ്ടുപിടിക്കാം, കറണ്ട് അസറ്റ് ഓൾറെഡി നമ്മൾ കണ്ടു. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആദ്യം ഇതൊരു ഇക്വേഷൻ ആണ്, കറണ്ട് അസറ്റ് = 2.4 കറണ്ട് ലയബിലിറ്റീസ്. അപ്പം ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കറണ്ട് അസറ്റിൻ്റെ വാല്യൂവിലേക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. അതായത് കറണ്ട് അസറ്റിൻ്റെ വാല്യൂ 2.4 കറണ്ട് ലയബിലിറ്റി ആണ്, 2.4 കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ 2 lakh എത്തുന്നത്. എന്നിട്ട് ഈ കറണ്ട് അസറ്റ് ഓൾറെഡി ഇക്വേഷനിലുള്ള പോലെ തന്നെ 2 lakh × 2.4 2.4 ഇൻറ്റു കറണ്ട് ലയബിലിറ്റി ആണ്, 2.4 × 2 lakh = 4,80,000 എന്ന് വരും. അപ്പം എങ്ങനെയാണെന്ത്, അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ ഇതൊരു അത്യാവശ്യം വലുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിലെ പ്രത്യേകിച്ചുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഞാൻ IMT എന്നൊക്കെ പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നത്. അപ്പോൾ ഇതിൽ ഗിവൺ നോക്കുക, എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഡാറ്റാസ് എന്താണെന്ന് നോക്കിയിട്ട് എന്തായാലും നമുക്ക് ആ വേണ്ട ഡാറ്റ എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ നമ്മളൊന്ന് ഡീപ്പായിട്ട് റേഷ്യോ നോക്കിയാൽ എന്തായിട്ട് നമ്മളെ കയ്യിൽ ഉണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ എങ്ങനെയാണ് ഇത് വരുന്നതെന്നൊക്കെ. ഇപ്പോൾ ഈ ലാസ്റ്റ് കേസിൽ കറണ്ട് റേഷ്യോ കറണ്ട് അസറ്റ് ഒരു ഇക്വേഷൻ ആക്കി എടുത്തു, 2.4 കറണ്ട് ലയബിലിറ്റി. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. അപ്പം ഇങ്ങനെ ഓരോ നോക്കുമ്പോൾ കറണ്ട് അസറ്റിന് ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ കറണ്ട് അസറ്റ് വരുന്ന മറ്റെവിടെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കുക. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്നുണ്ട്, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണെന്ത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഒരു ഐഡിയ കിട്ടിയല്ലോ, എങ്ങനെയാണ് റേഷ്യോസ് എന്ന് ക്വസ്റ്റ്യൻ വരാം. ഇപ്പം ചിലതിൽ ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലത് നമ്മൾ ബാലൻസ് ഷീറ്റ് ഒക്കെ ഫില്ല് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരും. അതായത്
ഓരോ ഐറ്റംസ് നമ്മളിപ്പം കണ്ടുപിടിച്ചല്ലോ, ഇൻവെൻട്രി, കോസ്റ്റ് ഓഫ് ഗുഡ്സുകളിലൊക്കെ കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ബാലൻസ് ഷീറ്റ് നമ്മളോട് ഫില്ല് ചെയ്യാൻ പറയും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 4 ക്വസ്റ്റ്യൻസ് ഓളം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ് കാണാം. ഓക്കെ, ബൈ.